ഹായ്, ഞാൻ ഡോക്ടർ അനു, കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ്, പ്രിസൈസ് ഐ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന ഗ്ലോക്കോമ എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. എന്താണ് ഈ ഗ്ലോക്കോമ? നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ബ്ലഡ് പ്രഷർ പോലെ കണ്ണിനുള്ളിൽ കാണപ്പെടുന്ന പ്രഷറാണ് ഇൻട്രാ ഓക്കുലാർ പ്രഷർ. ഈ കണ്ണിനുള്ളിലെ ഈ പ്രഷർ ഒരു പരിധിക്കപ്പുറം ക്രമാതീതമായി ഉയർന്ന് കണ്ണിനുള്ളിലെ ഞരമ്പായ ഒപ്റ്റിക് നെർവിന് കേടുപാടുകൾ വരുത്തുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. എന്തുകൊണ്ടാണ് ഗ്ലോക്കോമയെ നമ്മൾ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കുന്നത്? കാരണം ഗ്ലോക്കോമ എന്ന ഈ രോഗാവസ്ഥയ്ക്ക് ഭൂരിപക്ഷം ആളുകളിലും യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാകില്ല. ഗ്ലോക്കോമ എങ്ങനെയാണ് നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്നത്? തുടക്കത്തിൽ യാതൊരു ലക്ഷണങ്ങളില്ലെങ്കിലും ചുറ്റുമുള്ള കാഴ്ചയെ, അതായത് പെരിഫറൽ വിഷനെ ആയിരിക്കും ഗ്ലോക്കോമ ആദ്യം ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് തിരിച്ചറിയപ്പെടാതെ പോകുന്നതും. ചുറ്റുമുള്ള കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഒരു ട്യൂബിലൂടെ കാണുന്നത് പോലെയുള്ള കാഴ്ച, അതായത് ഒരു ടണൽ വിഷൻ എന്ന അവസ്ഥ എത്തുമ്പോഴായിരിക്കും നമ്മളിൽ പലരും ഇത് തിരിച്ചറിയുന്നത്. അപ്പോഴേക്കും തിരുത്തപ്പെടാനാകാത്ത വിധം തന്നെ ഗ്ലോക്കോമ നമ്മുടെ കാഴ്ചയെ ബാധിച്ചിട്ടുണ്ടാകാം. ആരെയൊക്കെയാണ് ഗ്ലോക്കോമ ബാധിക്കുന്നത്? ആർക്ക് വേണമെങ്കിലും ഗ്ലോക്കോമ വരാം. സ്ത്രീ പുരുഷ ഭേദമന്യേ 40 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ഗ്ലോക്കോമ ബാധിക്കാം. എങ്കിലും ചില പ്രത്യേക വിഭാഗത്തിലുള്ള ആൾക്കാരെ നമ്മൾ കൂടുതൽ പ്രധാനമായി സ്ക്രീൻ ചെയ്യേണ്ടതാണ്. അവരാരൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ രക്തബന്ധത്തിലുള്ള മറ്റുള്ളവർക്ക് ഗ്ലോക്കോമ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് ക്ഷതമോ മറ്റോ ഏറ്റിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് ഗ്ലോക്കോമ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ദീർഘകാലമായി സ്റ്റിറോയിഡ് പോലെയുള്ള മരുന്നുകൾ, വൃക്ക സംബന്ധമായ അസുഖങ്ങൾക്ക്, അതുപോലെ തന്നെ ആസ്മ, അലർജി പോലുള്ള അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡ് പോലെയുള്ള മരുന്നുകൾ ദീർഘകാലമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഗ്ലോക്കോമയ്ക്ക് സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ റിഫ്രാക്റ്റീവ് എറർ അല്ലെങ്കിൽ കണ്ണാടി വെക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, മൈനസ് പവർ പ്ലസ് പവർ കണ്ണാടിയൊക്കെ വെക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഗ്ലോക്കോമ വരാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലായിരിക്കും. പിന്നീട് പ്രമേഹം, ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം എന്നിവയുള്ളവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് വരാൻ സാധ്യത കുറച്ച് കൂടുതലായിരിക്കും. ഈ പറഞ്ഞ വിഭാഗക്കാർക്ക് കുറച്ച് കൂടുതൽ സാധ്യതയുണ്ടെങ്കിൽ പോലും ആർക്ക് വേണമെങ്കിലും ഗ്ലോക്കോമ ബാധിക്കാം. അതുകൊണ്ട് തന്നെ 40 വയസ്സിന് മുകളിലുള്ള എല്ലാവരും തന്നെ വർഷത്തിലൊരിക്കൽ നേത്ര പരിശോധന നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്.